ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു മൊബൈൽ ഫോൺ, ഒരു ട്രൈപോഡ്, ഒരു ജിമെയിൽ അക്കൗണ്ട്. ഇത് മൂന്ന് കാര്യം മസ്റ്റ് ആണ്. എന്നാലേ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ബേസിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ DSLR അങ്ങനെ വലിയ ഹൈ എൻഡ് ക്യാമറ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ മൊബൈലിന്റെ കാര്യം പറഞ്ഞില്ലേ, മൊബൈൽ ഉള്ളവർക്ക് എന്തായാലും ഒരു ജിമെയിൽ അക്കൗണ്ട് ഓൾറെഡി കാണും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ജിമെയിൽ അക്കൗണ്ട് മാത്രം മതി. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ചെല്ലുമ്പോഴത്തേന് ഡിഫോൾട്ട് ആയിട്ട് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് അറിയാത്തുള്ളവർക്ക് കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്നത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ട്രൈപോഡിന്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ ഞാൻ ട്രൈപോഡ് കാണിച്ചു തരാം. എല്ലാവർക്കും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലർ കാണാത്തവർക്ക് വേണ്ടിയിട്ടായി ട്രൈപോഡ് എന്താണെന്നുള്ളത്. ട്രൈപോഡിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, 3 ലെഗൊക്കെ ഉണ്ട്. ഇത് കണ്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ക്യാമറ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് വെക്കണം. മൊബൈൽ ആയാലും അല്ലെങ്കിൽ DSLR എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് വെക്കണം. ഈ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാം. ക്യാമറ മൗണ്ട് ഇവിടെയാണുള്ളത്. ഇത് അത്യാവശ്യം നമുക്ക് കുറേ നോബ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ക്യാമറ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാമറ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ തിരിക്കാം. 360 ഒക്കെ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് തിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു നോബുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യം മുകളിലോട്ടാക്കാം. ഓക്കെ, ഇങ്ങനെ കുറേ ഫീച്ചർ ഉണ്ട്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അതായത് ഇത് ഒരു 7 അടി വരെ ഇങ്ങനെ നീണ്ടു പോകും. കണ്ടില്ലേ? ഈ വീഡിയോ ഞാൻ മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം നേരത്തെ കാണിച്ച ട്രൈപോഡിലാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്കൊരു മൊബൈൽ ഫോണും ഒരു ജിമെയിൽ അക്കൗണ്ടും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ ആരുടെയും ഹെൽപ്പ് കൂടാതെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും. ഇതല്ലാതെ നമുക്ക് 2 ചെറിയ സാധനങ്ങളെ ആവശ്യമുണ്ട്. അതായത് ഇപ്പം ഈ മൊബൈലിൻ്റെ ഇൻബിൽറ്റ് മൈക്രോഫോണിലാണ് ഈ വീഡിയോയുടെ ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് വേണ്ടി വരും. അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ കൂടെ നമുക്ക് കിട്ടും. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പം മൈക്ക് ഇല്ല, ഇപ്പം മൊബൈലിൻ്റെ ഓഡിയോ തന്നെ ആയിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കുകൾ കാണാം. ആ ഓഡിയോയ്ക്ക് അത്ര ക്വാളിറ്റി അല്ല. ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ഓഡിയോ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഇപ്പം 3 സംഭവം നമുക്ക് ഉണ്ട്. ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒരു എഡിറ്റിംഗ് സ്കില്ലും കൂടെ വേണം. അതായത് ഒരുപാട് ആൻഡ്രോയിഡ് ആപ്സ് നമുക്ക് അവൈലബിൾ ആണ്. മൊബൈലിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. 1-2 ആപ്പ് പരിചയപ്പെടുത്താണ്. യൂക്കട്ട് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതായത് കെയിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അത് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ആ 2 ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് കാണും. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ഒരു 3 ഐറ്റംസ് കൺസിഡർ ചെയ്യണം. മൊബൈലില്ലാതെ എന്തായാലും പറ്റില്ല. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാലും നിങ്ങൾക്കൊരു വീഡിയോയ്ക്ക് ഇച്ചിരി നല്ലൊരു ക്ലാരിറ്റി വരുള്ളൂ. അപ്പം എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. അതുവരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. സൈനിങ് ഓഫ്, ബൈ ബൈ.